നമ്മളോടൊപ്പം ആദ്യഘട്ടത്തിൽ മന്ത്രി എം പി രാജേഷാണ് ചേരുന്നത്. മിനിസ്റ്റർ നമസ്കാരം. ഷഹബാസിന്റെ മരണം, അതുണ്ടാക്കുന്ന നടുക്കം, ഇതെല്ലാം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതും ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത വേണ്ടതുമാണ്. അതിനൊപ്പം സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞതുപോലെ ചിലതെന്നോ ഒറ്റപ്പെട്ടതെന്നോ പറയാൻ കഴിയാത്ത സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയുമാണ്. നമ്മുടെ കുട്ടികൾ ഈ വഴിയിലല്ല പോകേണ്ടത് എന്നവരെ തിരുത്തേണ്ടതല്ലേ? ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അതിൻ്റെ വാർത്തകളുമെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഹിംസ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. സെലിബ്രേഷൻ ഓഫ് വയലൻസ് എന്ന അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ് പൊതുവിൽ സമൂഹത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും കാണുന്നത്. അങ്ങേയറ്റത്തെ ഹിംസയുടെ ഒരു ആഘോഷം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൂട്ടത്തോടെ കുട്ടികൾ, നൂറുകണക്കിന് കുട്ടികൾ ചേർന്നാണ് ഒരാളെയൊക്കെ തല്ലിച്ചതയ്ക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. നമ്മുടെയൊക്കെ വാട്സാപ്പിൽ ഇത്തരം എത്ര വീഡിയോകളാണ് വരുന്നത്. പലതും കേരളത്തിൽ സംഭവിക്കുന്നതാണോ നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ അത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വയലൻസിൻ്റെ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നുണ്ട്, മഹത്വവൽക്കരണം, ഹിംസയുടെ മഹത്വവൽക്കരണം നടക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മളൊരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളെക്കുറിച്ച് പലരും വിമർശനം ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു ഹിംസയുടെ ഗ്ലോറിഫിക്കേഷൻ നടത്തുന്ന, മഹത്വവൽക്കരണം നടത്തുന്ന സിനിമകളെക്കുറിച്ച്. ഞാൻ ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചകളെല്ലാം വന്നപ്പോൾ ചിലതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്ത്, അതിൻ്റെ ഈ റിവ്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു സിനിമയുടെ അവകാശവാദം ദ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നാണ്. അതൊരു അവകാശവാദമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങ് ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ളൊരു ചിത്രം എന്നത് അവകാശവാദമാവുന്നു. അതിന് വലിയ സ്വീകരണം കിട്ടുന്നു. അപ്പോൾ എല്ലാം തല്ലി തീർക്കാമെന്നും കൊന്നു തീർക്കാമെന്നുമുള്ള സന്ദേശം, ഹിംസയാണ് എല്ലാത്തിനുമുള്ള പരിഹാരം, വയലൻസാണ്, കൈക്കരുത്താണ് എന്ന അപകടകരമായൊരു സന്ദേശം നൽകുന്നുണ്ട്. സിനിമ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, സിനിമയ്ക്ക് അതിലൊരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് നിഷേധിക്കാനേ പറ്റാത്ത കാര്യമാണ്. എന്നാൽ മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അക്രമ പ്രവർത്തനങ്ങളുടെ ആലോചനാമുറികളായി മാറുകയാണ്. ഒരു കൂട്ടം കുട്ടികൾ, മിനിസ്റ്റർ തന്നെ പറഞ്ഞ പോലെ, പാടില്ല എന്നൊരാൾ പോലും തിരുത്താത്ത രീതിയിൽ ഒരുപോലെ അക്രമങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയുമാണ്. അക്രമിക്കൂട്ടങ്ങളുടെ സ്വാഗ് ആരാധിക്കുകയാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിൽ നമ്മൾ കണ്ടു, 2 തരം കുട്ടികളാണ്. ഒരാൾ വേദന സഹിക്കാതെ കരയുന്നു, മറ്റുള്ളവർ ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ ആരും അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറയുന്നില്ല, മതി എന്ന് പോലും പറയുന്നില്ല. ഒരു തവണയല്ല, തുടർച്ചയായിട്ടുണ്ടാവുകയാണ്. ഈ നിലയിലേക്ക് ക്രിമിനൽ സംഘങ്ങളായി ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ സമൂഹം എന്ന നിലയിലുള്ള മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഒരു ഭാഗത്ത് ഹിംസയുടെ മഹത്വവൽക്കരണം, ഹിംസ നോർമലൈസ് ചെയ്യപ്പെടുന്നു, വളരെ സാധാരണമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നിസ്സഹായനായിട്ടുള്ളൊരു മനുഷ്യനെ കൂട്ടം ചേർന്നിരുന്ന് പീഡിപ്പിച്ച് രസിക്കാൻ കഴിയുന്നത് സാഡിസ്റ്റുകളായിട്ട് മാറുന്നത്. ഹിംസ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് ആത്മഹത്യകൾ പെരുകുന്നു എന്നത്. ഇന്ന് ഏതൊരു പത്രത്തിൻ്റെ മുഖപ്രസംഗം അതിനെക്കുറിച്ചാണ് ഉള്ളത്. ഒപ്പം ലഹരിയുടെ ഉപയോഗവും. ഇതെല്ലാം ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ ഗൗരവമായി നാം മാനസികാരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ആലോചനകൾ ഇന്ന് ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് വേണം കാണാൻ. പ്രത്യേകിച്ച് കൗമാരക്കാരുടെ കാര്യത്തിൽ നോക്കൂ, 2 അഭിപ്രായങ്ങൾ, 2 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ചെറിയ കാര്യങ്ങളാവും, ദാർശനികമോ പ്രത്യയശാസ്ത്രപരമോ ഒന്നും ആവണമെന്നില്ല. 2 അഭിപ്രായം വരുന്നു, ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നു. ആ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന മനോഭാവം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്? ഇപ്പോൾ പണ്ട് വലിയ ആക്ഷേപം, വിമർശനം ഒക്കെ പല ചാരുകസേന ബുദ്ധിജീവികളും ഉയർത്തിയത്, ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെയാണ്. ക്യാമ്പസിൽ അക്രമത്തിൻ്റെ ഒരേ ഒരു കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് എന്നാണ്. ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിൽ അക്രമത്തിൻ്റെ കാരണം അക്രമ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. ഇന്ന് കേരളത്തിൽ ഏറെക്കുറെ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. വലിയ മാറ്റക്കാര്യത്തിലുണ്ടായി. പക്ഷെ അക്രമം അവസാനിക്കുന്നില്ല, ക്രൈം അവസാനിക്കുന്നില്ല, ഹിംസ അവസാനിക്കുന്നില്ല. അപ്പോൾ സമൂഹത്തിൽ ക്രൈമിനും ഹിംസയ്ക്കും ഒക്കെ കാരണമായിട്ടുള്ള സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അതിനാണ് ചികിത്സ ആവശ്യമായിട്ടുള്ളത്.